നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സൂപ്പർ കിച്ചണിൽ തയ്യാറാക്കുന്നത് മീൻ മുട്ട കൊത്തിപ്പൊരിച്ചതാണ്. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ പനിഞ്ഞില് മത്തിയുടെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഏത് മീൻ്റെ വേണേലും മീൻ മുട്ട എടുത്ത് നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാൻ 1/2 കിലോ മത്തിയുടെ പനിഞ്ഞിലെടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ചേരുവകൾ 200 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ 1/2 കിലോ അല്ലേ? 1/2 കിലോ 1/2 കിലോയുടെയാണ് 5 മുട്ട, 200 ഗ്രാം ചെറിയ ഉള്ളി. പിന്നെ നമുക്ക് വേണ്ടത് ഈ മുളക് ചതച്ചത. ഒരുപാട് മസാലകളൊന്നും ഞാൻ ചേർക്കത്തില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഇത് നമുക്കൊന്ന് വേഗം വെക്കാതെ ഇച്ചിരി സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് നമുക്കിത് വേഗം വെക്കാം. അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് വേഗം വയ്ക്കാം. അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് വേഗം വെക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കാം. ചെറിയ ഉള്ളി പൊളിച്ച് ചതച്ചെടുക്കേണ്ടത്, അതൊന്ന് പൊളിച്ച് ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത് വെള്ളം വറ്റിച്ചെടുക്കേണ്ടതാ, നന്നായിട്ട് വെന്ത് വരട്ടെ. ഇതിന്റെ വെള്ളമൊക്കെ വറ്റിയെന്ന് നോക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നത്. വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. തന്നെ ഉണ്ടോ വെള്ളം കണ്ടോ? നമുക്കിനി ഇത് ഇറക്കാം. നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. മസാല എടുക്കാൻ ഒന്ന് തണുത്തിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് ഇതൊന്ന് തണുത്തിട്ട് നമ്മുടെ ഉള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെന്ന് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. 5 മുട്ടയും ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി പാൻ വെച്ചിട്ട് ശരിയാക്കാൻ തുടങ്ങാം. 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കണം. നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് ഇത് നല്ലത്. വെളിച്ചെണ്ണ ശരിയാക്കുന്നതാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. അല്ലെങ്കിൽ ഏത് ഓയിലായാലും മതി, പക്ഷെ വെളിച്ചെണ്ണ ഉള്ളത്. അത് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പന്നിൽ ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. കണ്ടോ? ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഉള്ളി വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചതച്ച മുളകാണ് ഞാൻ ഇടുന്നത്. ഇതെണ്ട ചതച്ചതായി മുളക് പൊടിയല്ല, അത് ചതച്ചെടുത്തതാ. 3 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയായിരുന്നു. ഉള്ളി മുളകും ഒക്കെ ചതയ്ക്കുമ്പോഴുള്ള ഒരു മണം പോലെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ചതച്ച മുളകും പ്രത്യേകിച്ച് വെളിച്ചെണ്ണക്കകത്തല്ലേ. അതാ ഇത്രയും സ്മെല്ല്. മറ്റേതില് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ മത്തി പരിഞ്ഞിട്ട് ഇട്ടത് കൊണ്ട് അതിന്റെ കണക്കിനുള്ള ഇതിന് മസാലയ്ക്ക് മതി ഇല്ലേ? കുറച്ചേ അതിലും പഞ്ഞില് നമ്മൾ കുറച്ചല്ലേ ഇട്ടുണ്ട്. നമുക്കിതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പനിഞ്ഞിലും കൂടെ ഇത് ഇതിലോട്ട് ഇടുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊത്തി പൊടിച്ചെടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊത്തി പൊടിച്ചെടുക്കണം ഇല്ലേ, തവി കൊണ്ട്. അത് ശരി, കൊള്ളാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കൺട്രോൾ നല്ല സ്മെല്ല് തന്നെയല്ല, നല്ല ടേസ്റ്റ്. ഇതിന് ഇതൊരു വെറൈറ്റി അല്ലേ. നമ്മൾ സാധാരണ പനിഞ്ഞില് വറുത്തും ഒക്കെ അല്ലേ കഴിക്കും. നന്നായിട്ട് നമ്മൾ കൊത്തിപ്പൊരിച്ചത് എടുക്കണം. നന്നായിട്ട് മൂത്ത് കിട്ടണം. അന്നേരം ടേസ്റ്റ്. അതാണ് നമ്മുടെ മീൻ മുട്ട കൊത്തിപ്പൊരിച്ചത്. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണം വരുമല്ലോ. വെളിച്ചെണ്ണയ്ക്കകത്താ ചെയ്യുന്ന. പിന്നെ ചെറിയ ഉള്ളി ഇപ്പൊ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അല്പം വേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്റ്റൗ പൊട്ടിത്തെറിക്കുന്ന പോലുള്ള സൗണ്ട് കേൾക്കാം. മുരിഞ്ഞെങ്കിൽ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. ഇതിന് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കും. നല്ല പൊറോട്ടയോ ചപ്പാത്തിയോ പിന്നെ ചോറിന്റെ കൂടെയും എല്ലാം പറ്റുന്ന എല്ലാത്തിന്റെയും വിഭവം. നല്ലവണ്ണം എന്താ മണം, ഇപ്പൊ തന്നെ കഴിക്കാൻ. വലിയ മീന്റെ മുട്ടയാണെന്ന് വരികയും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. വലിയ മീന്റെ ആണെങ്കിൽ പോലും നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇതാണ് നമ്മുടെ മീൻ മുട്ട പൊരിച്ചത്. എന്നിട്ട് നിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. നോക്കട്ടെ. എന്ത് നല്ല മണം നോക്കുക. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഒന്ന് തയ്യാറാക്കി നോക്കി കഴിച്ചു നോക്ക്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങൾ ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.